കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ ചാപ്റ്റർ വളരെ 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 ചെറുതായിരിക്കും. കാര്യം നമുക്ക് ഇന്ന് മറ്റൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടൈമിലാണ് ഞാനിപ്പോൾ ഈ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ വളരെ ചെറുതായിരിക്കും. എന്തായാലും നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് TBAT അഥവാ ദി ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 17 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ഏകദേശം ഒരു 12 എപ്പിസോഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി TBAT അങ്ങനെ കോട്ടപ്പ് ആകുന്നതായിരിക്കും. പിന്നെ അത് റിലീസ് ആകുന്നതായിരിക്കും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആർത്തർ പറയുന്നുണ്ട്, വേറെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും നന്നായി പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഇതുവരെ നടക്കുന്നത്. ശരിയാണ്, ജനറൽ വേറെ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. ഒരു റിട്ടേണറോ ഒരു സിന്ധോ ഇനി എങ്ങനെ അടുത്തൊരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ കാര്യങ്ങൾ തീരുമെന്ന് തോന്നുന്നില്ല. ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് 2 ലാൻഡ്സും ആർത്തറും കൂടെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. കമാൻഡർ, ഈ ലാൻഡ്സ് എന്ന് പറയുന്നത് ഈ ബാറ്റിലിന്റെ സെന്റർ ഫിഗേഴ്സ് ആണ്. അവരെ ഇത്ര നേരത്തേക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? കിങ് ലേഡിയർ, എനിക്കറിയാം താങ്കൾ നല്ല പ്രഷറിലാണെന്നുള്ളത്. താങ്കളുടെ നോബിൾസിനെ രക്ഷിക്കേണ്ടതും ഇതേ ലാൻഡ്സ് ആണ്, ബാക്കിയുള്ളവരെ രക്ഷിക്കേണ്ടതും ഇതേ ലാൻഡ്സ് ആണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ മാത്രം അടങ്ങുന്ന കുറച്ച് സ്ഥലത്തേക്കല്ല, ഫ്യൂച്ചറിനെ പറ്റിയാണ്. ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ള ഒരു ഇതുള്ള കാരണം മാത്രമാണ് ഞാനിപ്പോൾ 3 ലാൻഡ്സിനെ അവിടേക്ക് വിടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അവിടേക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടേക്ക് വല്ല റിട്ടേണേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഡിസ്ട്രക്റ്റീവുള്ള സ്പെൽസ് യൂസ് ചെയ്ത് നമ്മുടെ ആർമീനെ മാത്രമല്ല ബാക്കിയുള്ള ടൗൺസും ഹോംസും ബാക്കിയുള്ളത് എല്ലാം തന്നെ ഡിസ്ട്രോയ് ആകുന്നതായിരിക്കും. സോ അതെന്തായാലും ഒരു റിസ്ക് എടുക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. ആ സ്ഥലത്തേക്ക് 2 ലാൻഡ്സിനെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബാറ്റിൽ തന്നെ നമുക്ക് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്നു വരാം. അത് മാത്രമല്ല ഫ്യൂ ഡേയ്സിന് വേണ്ടിയല്ലേ, അത്രയും നാൾ ബാക്കിയുള്ള ട്രൂപ്സ് ഒക്കെ എന്തായാലും ഇവിടെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിരിക്കും. എനിക്ക് മനസ്സിലായി. ഈ സമയത്താണ് അവൻ പറയുന്നത് ഡോസ് നോബിൾസിന് എന്തായാലും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ലോർഡ് അൾഡിയർ ആണ് ഇവരുടെ ആർട്ടിഫാക്ട് ഹോൾഡർ. എന്തായാലും അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ എൻ്റെ 2 ലാൻഡ്സിനെയും അവിടേക്ക് അയക്കാൻ സമ്മതിക്കുന്നു. ഈ സമയത്ത് തന്നെ ഇവർ ചെറുതായിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ, ജനറൽ ഓൾഫ്രഡും ജനറൽ മിക്കയും ആർത്തറിൻ്റെ കൂടെ നോർത്തിലേക്ക് പോട്ടെ, എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് റിട്ടേണിൻ്റെ സിന്ധിൻ്റെ അറ്റാക്കിനെ പറ്റി പഠിച്ചിട്ട് തിരിച്ചു വരട്ടെ. ഇതേ സമയം നമ്മൾ അറ്റാക്ക് ചെയ്യാനല്ലായിരിക്കും നോക്കുന്നത്, നമ്മുടെ എനിമീസുമായിട്ട് അകലം പാലിച്ചുകൊണ്ട് സിവിലിയൻസിനെ രക്ഷിക്കാനുള്ള ഇതായിരിക്കും. സോ നാളെ തന്നെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. രാവിലെ തന്നെ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് ആ മീറ്റിംഗ് അവിടെ അവസാനിക്കുവാണ്. എന്തായാലും പ്ലാൻസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലേ? അതെ, കുറച്ച് നേരം എടുത്തെങ്കിലും എന്താ എല്ലാം കറക്റ്റ് രീതി തന്നെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ റൂളേഴ്സും നല്ല സ്റ്റബോണാണ്, നല്ല സെൽഫിഷാണ്. അവരുടെ കിങ്ഡംസ് നോക്കാൻ നേരത്ത് എന്തായാലും അത് തന്നെയാണ് ഇവിടെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുള്ളത്. വിറിയൻ അറിയായിരുന്നു ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. പെട്ടെന്നായിരുന്നു മിക്ക വന്നിട്ട് പറഞ്ഞത്. അപ്പോഴേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചൊരു മിഷന് വേണ്ടി പോകാൻ പോകുവാണ്. ജനറൽ മിക്ക, ജനറൽ ഓൾഫ്രഡ്, നിനക്ക് ഞാൻ മിക്കെന്ന് വിളിക്കാം. അയ്യോ അങ്ങനെ ഉണ്ടാ, ഞാൻ എന്തായാലും ഫോർമാലിറ്റീസ് നോക്കുന്ന ആളാണ്. അതുമാത്രമല്ല നിങ്ങൾ എൻ്റെ സീനിയേഴ്സാണ്. ബോയ്ക്ക് എന്തായാലും മാനേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അവൻ അത്യാവശ്യം ബുദ്ധിയുണ്ട്. ആർത്തർ, നീ അവരോട്ട് നന്നായിട്ട് അടുക്കുന്നുണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല. നിങ്ങളതിനെ എക്സ്ക്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോയി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. നാളെ ഒരു വലിയ ജേണി തന്നെയല്ലേ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് ആർത്തർ അവിടുന്ന് പോകുന്നുണ്ട്. അവൻ ശരിക്കും യങ്ങാണ്, പക്ഷേ അവൻ്റെ ഡെഡിക്കേറ്റഡുള്ള റോൾ കാരണം തന്നെ അവൻ ശരിക്കും മാറിയിരിക്കുന്നു. പിന്നല്ലാതെ ലാൻഡ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പലതും ചെയ്യേണ്ടി വരത്തില്ലേ? ലാൻഡ്സ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പലതും ചെയ്യേണ്ടി വരുമെന്നോ? ശരിയാണ്, ചെയ്യേണ്ടി വരുമായിരിക്കും. കുറേ നാളത്തേക്ക് എനിക്ക് ആരെയും വിശ്വാസമില്ലായിരുന്നു, ആരെയും അറിഞ്ഞൂടായിരുന്നു. ഞാൻ ആ സ്ട്രീറ്റ്സിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു. ആരെയും എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. ഈവൻ റാഡിയസിനെ പോലും. അവൻ എന്നെ വായിക്കാൻ പഠിപ്പിച്ചു, എഴുതാൻ പഠിപ്പിച്ചു, മാനിപ്പുലേഷൻ പഠിപ്പിച്ചു. എനിക്ക് വേണ്ട എല്ലാം അവനാണ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ എങ്കിലും എന്തോ ഒരു ഫീൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അവൻ എന്നെ വിട്ട് കളയുമെന്ന്. എന്നാൽ സത്യം അതല്ലായിരുന്നു. അവനൊരിക്കലും അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ലായിരുന്നു. ഞാൻ അവൻ്റെ മകനായിട്ട് തന്നെ വളർന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ടോപ്പ് കോഞ്ചേഴ്സിൻ്റെ എർത്തിബോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വന്നത്. അവിടുന്ന് ഞാൻ റോയൽ ഫാമിലിയുടെ ഗാർഡായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. ഈ ഗ്രേസൺ ഡേയ്സ് എന്ന് പറയുന്നത് ശരിക്കും ഗ്രീഡിയാണ്. ബാക്കിയുള്ള എല്ലാവരെയും അവർ ലുക്ക് ഡൗൺ ചെയ്യാറുണ്ട്. ഞാൻ ആ കിങ്ങിനും ക്യൂവിനെ ഫെയ്ത്ത്ഫുള്ളി തന്നെ സെർവ് ചെയ്തെങ്കിൽ പോലും എൻ്റെ ഹയസ്റ്റ് റെസ്പെക്ട് ഒരിക്കലും അവരോടല്ലായിരുന്നു, അത് റാഡിയസിനോടായിരുന്നു. കാര്യം റാഡിയസ് ആയിരുന്നു എന്നെ എല്ലാം പഠിപ്പിച്ചത്. ഒരു ലാൻസ് ആകുന്നതിൻ്റെ തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് എനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാര്യം ഞാനൊരു ലാൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫ് ഫുള്ള് അവിടെയുള്ള രാജാക്കന്മാരുടെ കയ്യിലായിരിക്കണം. അതെനിക്ക് വേണ്ട. കാര്യം റാഡിയസ് മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു. പക്ഷേ റാഡിയസിൻ്റെ തീരുമാനം ഞാൻ ഒരിക്കലും
എതിർക്കത്തുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം എലീജനെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും സർപ്രൈസ് ആയിരുന്നു. കാര്യം റാഡിയസിലുള്ള ഒരാൾ മറ്റൊരു കൊച്ചിനെ ഇവിടേക്ക് കൊണ്ടുവന്നില്ല വലിയ കാര്യമൊന്നുമില്ല, കാര്യം അതവന്റെ കൈനസ് ആണ്. പക്ഷെ എനിക്കൊരിക്കലും മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ പറ്റി എലീജയോട് പറഞ്ഞില്ല, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല അദ്ദേഹം എന്നെ ലാൻസ് ആക്കാൻ വേണ്ടി പുഷ് ചെയ്യുകയും ചെയ്തിരുന്നു. സോ റോയൽ ഫാമിലി പറഞ്ഞവരെ ഞാൻ എതിർക്കും, പക്ഷേ ഇദ്ദേഹം പറഞ്ഞ എനിക്കൊരിക്കലും അത് എതിർക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ അവരുടെ കീഴിലേക്ക് പോയി. നീ എന്തായാലും ഗ്രേസ് ആൻഡേഴ്സിനെ ടെമ്പററി ഒന്ന് സെർവ് ചെയ്താൽ മാത്രം മതി, എന്തൊക്കെ വന്നാലും നീ എൻ്റെ കീഴിലായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആർത്തറാട്ടെ അവൻ്റെ റൂമിൽ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ്. പെട്ടെന്നാണ് അവൻ ടെസ്സിൻ്റെ ഓർമ്മകൾ വന്നത്. കോപ്പ് അവൾ എന്താണ് പറഞ്ഞത്? ഞാൻ ഒരു ദിവസം കൂടെ ക്യാസിൽ നിൽക്കണോ? കുറച്ചുകൂടെ ടൈം ടെസ്സിൻ്റെയും എല്ലിലും കൂടെ സ്പെൻഡ് ചെയ്യണോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ശരിക്കും റെസ്റ്റ് എടുക്കണോ അതിപ്പോൾ അവിടേക്ക് പോകണമെന്ന് എൻ്റെ ശരീരം മുഴുവൻ ഒരവസ്ഥയിലാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഈ ലൈഫിലും എൻ്റെ പാസ്റ്റ് ലൈഫിലും. പക്ഷേ എന്നെ നോക്കി എന്നൊരു അവസ്ഥയിലാണ്. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ട്രൂ ലവ് വൺസിനെ രക്ഷിക്കാനായിട്ട് ഈ ഡിക്കാത്തൻ തന്നെ എറിഞ്ഞു കളയാൻ ഞാൻ തയ്യാറാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എലിനെ അവൻ കെട്ടിപ്പിടിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് വരാൻ കേട്ടോ, നീ പെട്ടെന്ന് പറഞ്ഞൊന്നും ഒരു നിർബന്ധമില്ല, പക്ഷേ ജീവനോടെ വന്നാൽ മതി, ഞാൻ ഉറപ്പായിട്ടും മരുമെന്ന് പറഞ്ഞിട്ട് അവനാട്ടെ എനിക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബോവിൻ്റെ അടുത്തിട്ട് പറയുകയും ചെയ്യും, ബോ നിനക്കറിയാലോ അവളെ നീ നോക്കിക്കണം കേട്ടാ. ആർത്തർ നിനക്കറിയാവോ, മിക്ക ശരിക്കും എക്സൈറ്റഡ് ആണ് നിന്റെ കൂടെ പോകാനായിട്ട്. അല്ല, എപ്പോഴും നിന്റെ പേര് ഇങ്ങനെ നീ പറഞ്ഞോണ്ടിരിക്കുക. അത് പിന്നെ അതങ്ങനെയാണ്, മിക്ക സൂപ്പർ അല്ലേ? എന്തു പറ്റി, മിക്കയോട് നിനക്കങ്ങനെ പ്രേമം തോന്നിയോ? മിക്ക കുറച്ച് ഓൾഡാണ് കേട്ടോ. അയ്യോ അതെന്തായാലും ഷെയിമായി പോയി. നമുക്ക് എന്തായാലും പോകാന്ന് പറഞ്ഞിട്ട് ഓൾ ഫ്ലോട്ട് നടക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവൻ ഓടിക്ക് വന്നിട്ട് പറയുന്നത്, ഒരു നിമിഷം നിൽക്കൂ. അതാട്ടെ നമ്മുടെ റേഡിയസ് ആയിരുന്നു. നിങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഹോണറല്ലേ? നീ എന്തായാലും ശരിക്കും ടയേർഡായിരിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ കുഴപ്പമില്ല, നീ മാക്സിമം നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല ചെയ്യാൻ നോക്ക്. പിന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ മറക്കല്ല കേട്ടോ ആർത്തർ. തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഈ സമയത്ത് തന്നെ ആർത്തർ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ ഡൗട്ടൊക്കെ തെറ്റായിരിക്കണേ, റേഡിയസ് അല്ല എലീജയുടെ അച്ഛൻ ഒരു ട്രൈറ്റർ ആകാതിരുന്നാൽ മതിയായിരുന്നു. ഇനി വരും 12 എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 5 ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ.